രാജസ്ഥാനിൽ ഒരു കുഞ്ഞിനെ ബൂട്ടിന്റെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ഏകദേശം 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ വീട്ടിൽ നടന്ന റെയ്ഡാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നു. നോക്കൂ, ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ കുഞ്ഞിനെയാണ്. ആ കുഞ്ഞ് എന്ത് പിഴച്ചു? ആ വീട്ടിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തേക്ക് വന്നിട്ട് 1.5 മാസം മാത്രമായ ഒരു കുഞ്ഞ് എന്ത് പിഴച്ചു? അപ്പോൾ ആ മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? ആ സ്റ്റേറ്റിനെ നയിക്കുന്ന ഭരണകൂടത്തിന്റെ പോലീസ് നയം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ്, കുടുംബത്തിലെ കുഞ്ഞാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ന്യൂനപക്ഷ ആക്രമണമാണ് ഇതെന്ന വലിയ രീതിയിലുള്ള വാക്കുകൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. CPIM അവിടെ ആ പ്രതിഷേധം ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൃന്ദ കാരാട്ട വീട്ടിലൊക്കെ എത്തുകയുണ്ട്. അതെ, സ്വാതി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഇത് രാജ്യം ചർച്ച ചെയ്യേണ്ടതാണ്, വലിയ പ്രതിഷേധം ഉയർത്തേണ്ടതാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ എന്ത് പിഴച്ചു നിങ്ങളുടെ നയങ്ങൾക്ക് മുൻപിൽ എന്ന ചോദ്യം ചോദിക്കേണ്ടതാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പറയുന്നില്ല, കാരണം അത്രമാത്രം സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്. 1.5 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുന്ന പോലീസ് ക്രൂരത. ആ സ്റ്റേറ്റ് എന്ത് നടപടിയെടുത്തു ഈ വിഷയത്തിൽ? വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നു. CPIM ആ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനു, വിനിഷ, രാജസ്ഥാനിലെ അൽവാറിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ ദാരുണമായ സംഭവം. നേരത്തെ സൂചിപ്പിച്ച പോലെ 1.5 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയാണ് ഈ പോലീസിൻ്റെ ബൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി അരച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അൽവാർ ജില്ല എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിം സ്വാധീന മേഖലകളാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നിരന്തരമായി പോലീസിന്റെ ഒരു നരവേട്ട ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഈ കുഞ്ഞിന്റെ പിതാവിന് സൈബർ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് പോലീസ് വെളുപ്പാങ്കാലത്ത്, എന്നാൽ യാതൊരു വാറണ്ടും ഒന്നുമില്ലാതെ വീടിന്റെ ഡോറ് തല്ലിപ്പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി വരുന്നത്. വെളുപ്പിന് 6 മണിയാണ്. സ്വാഭാവികമായും വീട്ടിലുള്ളവരെല്ലാം നല്ല ഉറക്കമായിരിക്കും. ഭാര്യ ഞെട്ടി ഉണരുകയായിരുന്നു. അപ്പോൾ കട്ടിലിൽ കിടന്ന ഈ 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് ആ കുഞ്ഞിനെ പുതപ്പിച്ചിരിക്കുകയായിരുന്നു. ആ കുഞ്ഞിനു നേരെയാണ് ആദ്യമേ ഈ പോലീസുകാർ അതിക്രമം അഴിച്ചുവിടുന്നത്. കുഞ്ഞിനെ ആദ്യം കട്ടിലിൽ നിന്നും താഴേക്ക് ചവിട്ടിയിട്ടു, ശേഷം ബൂട്ടുകൾ കൊണ്ട് ചവിട്ടി അരയ്ക്കുകയായിരുന്നു എന്നുള്ളത് ഏറ്റവും ദാരുണമായി തന്നെയാണ് ഈ സംഭവത്തെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ അമ്മ ഈ ഒരു കുഞ്ഞിനു നേരെ അതിക്രമം ഉണ്ടായപ്പോൾ തന്നെ ഇതിനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഈ സ്ത്രീക്കു നേരെയും കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. ശേഷം ഈ കുഞ്ഞ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ പോലീസുകാർ ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ഇതുവരെയും രാജസ്ഥാനിലെ പോലീസ് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായി തന്നെ നോക്കിക്കാണണം. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം നടപടികൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ഥിരം ആകുന്നു എന്നുള്ളതും പ്രതിഷേധത്തിന് വലിയ കാരണമായിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ CPM ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് നേരിട്ട് വീട്ടിൽ ചെല്ലുകയും ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകും, നീതിക്കായി ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു ബൃന്ദ കാരാട്ട്. അതിന് പിന്നാലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതികരണമൊക്കെ തന്നെയും വരുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ നടപടി വേണം. അതായത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ കുടുംബം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലും ആ പരാതി സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിലുള്ളവർ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. പിന്നീട് ഗ്രാമവാസികളെല്ലാം ചേർന്നുകൊണ്ട് ഈ പോലീസ് സൂപ്രണ്ടിന്റെ വസതിയിലേക്കും അതോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്കും വലിയ പ്രതിഷേധ പ്രകടനങ്ങളുമായി ചെന്നതിന് പിന്നാലെ മാത്രമാണ് 3 പോലീസുകാർക്ക് ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊലപാതക കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇതിന് നേതൃത്വം നൽകിയ മറ്റു പോലീസുകാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ ഇതുവരെയും ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ള ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം കൂടിയാണ് ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും CPM ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നീതിയുക്തമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണമെന്നുള്ളത് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് കൃത്യമായൊരു ധനസഹായം ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളത് രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ട്. ഇതിനെതിരെയൊക്കെയും വലിയ പ്രതിഷേധം
പ്രതിഷേധങ്ങൾ വിവിധ കോണുകളിൽ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ 1.5 മാസം മാത്രം പ്രായമായ കുഞ്ഞിനോട് ഈ പോലീസിന്റെ കാടത്തം നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു, തീർച്ചയായും സത്രത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. ആ ഒരു കുഞ്ഞിനോട് കാണിച്ച ക്രൂരത അതൊരു തരത്തിലും പൊറുക്കാനോ ക്ഷമിക്കാനോ പറ്റാത്തത് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും അതിനെ ഏറ്റെടുത്തതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതും നീതി കിട്ടുന്നത് വരെ പോരാടുമെന്ന് തന്നെയാണ് ഇന്നലെ വീട്ടിലെത്തിയ ബൃന്ദാക്കാരാട്ട് അടക്കമുള്ളവർ പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. അതേപോലെ തന്നെ അതീവ ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. അതായത് പി ജയരാജൻ വധശ്രമ കേസ് നമുക്കറിയാവുന്നതാണ്. 1999 തിരുവോണനാളിലാണ് പി ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. RSകാർ പ്രതികളായി നിൽക്കുന്നത്. പക്ഷേ പിന്നീട് ഹൈക്കോടതി അവരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് സ്റ്റേറ്റ് പോവുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ആ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ വ്യക്തമായ തെളിവുകളില്ല, അതിനുള്ള രേഖകളൊക്കെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും കോടതിയിൽ കേസ് എത്തുമ്പോൾ നമുക്ക് സ്വാതി തുടരുന്നുണ്ട്. സ്വാതി, പി ജയരാജൻ വധശ്രമ കേസ് ഇന്നിപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് എത്തുകയാണ്. ശക്തമായ തെളിവ് ഈ വിഷയത്തിൽ പ്രതികൾക്കെതിരെ ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തുന്നത്. വെറുതെ വിട്ട വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ ഇന്ന് കേസ് പരിഗണിക്കപ്പെടുമ്പോൾ പ്രധാനമായും സ്റ്റേറ്റ് ഹാജരാക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള രേഖകളായിരിക്കും? മനു, എന്തായാലും ഇന്ന് ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അടങ്ങിയിട്ടുള്ള ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. 7 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ശിക്ഷ വിധിച്ചത്. ബാക്കി എല്ലാവരെയും വെറുതെ വിട്ട നടപടിക്കെതിരെ CPM അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹർജിയുമായി സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിലെത്തിയത്. നേരത്തെ ഹൈക്കോടതി ഈ വിഷയത്തിൽ സൂചിപ്പിച്ച കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ പറയുന്നു ഇതിൽ കൃത്യമായ രേഖകളും തെളിവുകളുമുണ്ട്, സാക്ഷികളടക്കമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഹർജി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 99-ൽ തിരുവോണനാളിലാണ് ഇത്തരത്തിൽ പി ജയരാജന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വലിയ ആക്രമണം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ നട്ടലിനടക്കം ക്ഷതമേക്കുന്ന സംഭവങ്ങളുണ്ട്. കുറേ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്, കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇന്ന് ഏകദേശം ഉച്ചയോടെ ആയിരിക്കും ഈ കേസ് പരിഗണിക്കുക, സുപ്രീം കോടതി പരിഗണിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് സുധാൻഷു ആണ് ഈ കേസിൽ ഇന്ന് ഈ കേസ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. 2 അംഗ ബെഞ്ച് ഈ കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ എത്തരത്തിലാകും സുപ്രീം കോടതി ഈ വിഷയത്തെ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി തന്നെ നോക്കിക്കാണണം. മനു, ശരി സ്വാതി. ഏതായാലും സുപ്രീം കോടതി അത് എങ്ങനെ പരിഗണിക്കുമെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വിശദമായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഏതായാലും സ്വാതിയാണ് ഈ വിവരങ്ങൾ നൽകിയത്.